അൽഹംദുലില്ലാ മാഷാ അല്ലാ. അപ്പം ഇന്ന് നമ്മൾ ഒരു കലത്തപ്പത്തിൻ്റെ റെസിപ്പി അഥവാ കുക്കറപ്പം അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നത്. ഇതാക്കണത് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി വെക്കോണ്ടിട്ടോ. ഞാൻ ടേസ്റ്റ് ഉണ്ടെന്ന് പറയണില്ല. ഞാൻ പറഞ്ഞാൽ എല്ലാത്തിലും ടേസ്റ്റ് ഉണ്ട് പറഞ്ഞുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞ് പൊക്കണില്ല. നിങ്ങളൊന്ന് ചെയ്ത് വെക്കോണ്ടി, എന്നിട്ട് കമൻറ്റ് ഇടോണ്ടിട്ടോ ഇൻഷാ അല്ലാ. അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുകൊണ്ട്, ഒരു ലൈക്ക് അടിക്കൊണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുകൊണ്ട് മറക്കരുത്. അങ്ങനെ ഞാൻ തലേന്നേ അരി വെള്ളത്തിലിട്ടിച്ചിരുന്നു. ഒരു 1.5 നാഴി അരി എടുത്തുകൊണ്ട് വെള്ളത്തിലിട്ടിരുന്നു. അത് കുതിർന്ന് വന്നിക്കണം. അപ്പോൾ രാവിലെ പൊറാട്ട കൊടുന്നിരുന്നു. അപ്പോൾ ഞാൻ കടി ഉണ്ടാക്കിയിട്ടില്ലേനി. അപ്പോൾ ഞാനൊരു 8 മണിയൊക്കെ ആകുമ്പോൾ പിന്നെ ഇത് അരച്ചെക്കണം. അരിയും അതിക്ക് ലേശം തേങ്ങയും പിന്നെ ഒരു 2 ഏലക്ക, ഒരു ചെറിയ പട്ട കഷ്ണം, ഒരു 3-4 സ്പൂൺ ചോറ് അതും കൂടി ഇട്ടുകൊണ്ട് നല്ലോണം അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിന് ശർക്കര ഉരുകാൻ വെച്ചിരുന്നു. ഞാൻ ചോറിന് അരി ഇട്ടിരുന്നു. അതിൻ്റെ മുകളിൽ ഒരു പാത്രത്തിൽ ശർക്കര അവിടെ വെച്ചിരുന്നു. അത് ഉരുകാൻ വേണ്ടി കണ്ട് വെച്ചതായിരുന്നു. അപ്പോൾ അത് ഉരുകി വന്നിക്കണ്. എന്നിട്ട് അരി അരച്ചിട്ട് ഞാനൊരു ചെറിയൊരു ഇതിക്ക് മാറ്റി കൊടുത്തിക്കണ്. ഇതേ ഞാനിപ്പോൾ ചൂടില്ല കേട്ടോ. ഇത് ഞാൻ രാവിലെ അരച്ച് വെക്കണുള്ളൂ, അരി പുളിക്കും കരുതിങ്ങാണ്ട്. എന്നിട്ട് ഞാൻ ശർക്കരപ്പാണി ചൂടോടെ അതിക്ക് പറന്നു കൊടുത്തു. ഇത് പിന്നെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിന് കേട്ടോ. പിന്നെ വൈകുന്നേരം കുട്ടികളെ സ്കൂളിൽ തരാൻ നേരത്തെ ഒരു 4 മണിയാകുമ്പോഴാണ് പിന്നെ അത് ചൂടാൻ നോക്കുന്നത്. അപ്പം ഒരു കുക്കർ അടുപ്പത്ത് വെച്ചു. അതിക്ക് കുറച്ച് ഓയിൽ തന്നെയാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ആ ഓയിൽ പറന്നുങ്ങാണ്ട്, പിന്നെ ഓയിലല്ല വെളിച്ചെണ്ണ പറന്നുങ്ങാണ്ട് ലേശം ചെറുള്ളി അരിഞ്ഞുകൊണ്ട് അതിൽ വെച്ചു. കുറച്ച് തേങ്ങ, അവിടെ തേങ്ങ കൊത്ത് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ ചിരവിങ്ങാണ്ട് ആ ചെറുള്ളിൻ്റെ ഒപ്പിട്ടുങ്ങാണ്ട് മൂപ്പിച്ചാണ്. അപ്പോൾ ഇതിന് നമ്മളെ മാവ് കണ്ടില്ലേ ഉഷാറായി വന്നിക്കണ്. അപ്പം പിന്നെ അതിക്ക് മാവ് കൂട്ടിയപ്പോൾ പിന്നെ ഞാൻ ചൂടാൻ നേരത്തിൽ ലേശം അപ്പക്കാരട്ടീനി കേട്ടോ, അപ്പസോഡ എന്നൊക്കെ പറയണേ. ഇത് കണ്ടോ, ഞാനിഞ്ഞ് തേങ്ങ അതിലിട്ടുങ്ങാണ്ട് ഒന്നിങ്ങോട്ട് കളറ് മാറി വരുന്ന വരവിൽ ഒന്നിങ്ങോട്ട് മൂത്ത് വരട്ടെ ഉള്ളിയും തേങ്ങയും. അപ്പോൾ നമ്മളെ മാവ് ഉണ്ടെങ്കിൽ ഇങ്ങനെ നല്ലോണം അരച്ചുകൊണ്ടാണ് കേട്ടോ ഞാൻ മാവ് കൂട്ടിയത്. എന്നാൽ നല്ലോണം ഉള്ളും വേവും കട്ടിയായി നിൽക്കില്ല, നല്ല സോഫ്റ്റ് വേണേക്കാരം. എന്നിട്ട് ഞാൻ അപ്പോൾ നമ്മൾ തേങ്ങ ഇതും ഉള്ളി മൂത്ത് വന്നിക്കണം. അതിന് ലേശം ചട്ടകത്തുമ്പത്തെ കൊണ്ട് തന്നെ ലേശം കോരിങ്ങാണ്ട് അവിടെ മാറ്റി വെച്ചിക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ ആ കുക്കർക്ക് നമ്മളെ ഈ മാവ് ഒക്കെ ഒന്നായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. കണ്ടോ നല്ലോണം മൂത്ത് വന്നിക്കണ് കണ്ടോ, വെള്ളം പോലെ. അധികം അത് വിചാരിച്ച് പറ്റ വെള്ളമാവാൻ പാടില്ല. കണ്ടോ ഈ ഒരു പരുവത്തിൽ അവിടെ അയക്കട ഒഴിച്ചു കൊടുത്തു കേട്ടോ. കണ്ടോ എല്ലാം ഒഴിച്ചു കൊടുത്തുങ്ങാണ്ട് ഇനി നമ്മളെ ബാക്കി ഞാൻ കോരി വെച്ചിട്ടില്ലേനു തേങ്ങയും ഉള്ളിയും കൂടിയും. കണ്ടോ ഇത് ഞാൻ കൈ കൊണ്ട് തന്നെ എടുത്തുങ്ങാണ്ട് ഇങ്ങനെ വെതറി കൊടുക്കുകയാണ് കേട്ടോ, എല്ലായിടത്തും ആവാൻ മാട്ടിങ്ങാണ്ട്. അപ്പോൾ നമ്മളപ്പം ഇങ്ങനെ പൊന്തി വരുമ്പോൾ അതിൻ്റെ മുകളിൽ ഇതിങ്ങനെ നിൽക്കുമ്പോൾ കാണാനും രസമാണ്, തിന്നാനും ടേസ്റ്റാണ്. അങ്ങനെ കുക്കറിൻ്റെ വിസിൽ ഊരിങ്ങാണ്ട് പിന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഉണ്ട്. അപ്പം ഒരു മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടുങ്ങാണ്ട് പിന്നെ ഞാൻ ഇത് കുറച്ച് വെച്ചിരിക്കുന്നു. നല്ലോണം അടച്ചട വെച്ചു. ഞാൻ ഒരൊറ്റ മിനിറ്റ് ഹൈ ഫ്ലെയിമിലിടുക. അത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിങ്ങാണ്ട് അവിടെ മൂടി വെച്ചിന് കേട്ടോ. ഒരു 12 മുതൽ 14 മിനിറ്റ് വരെ, 15 മിനിറ്റ് അതിൻ്റെ അപ്പുറം പോകണ്ട. എന്നിട്ട് നല്ലോണം അവിടെ പിന്നെ ചൂടാറാൻ വെക്കുക. അതിൻ്റെ മുന്നേ തുറക്കണ്ട കേട്ടോ, കുക്കർ തുറക്കണ്ട. നല്ലോണം ചൂടാറി വന്നിട്ട് കണ്ടോ നല്ലോണം ഉഷാറായി വന്നിട്ടുണ്ട്. ഞാൻ ഉഷാറ് പറയല്ല, നിങ്ങളെന്നെ നോക്കി നല്ല അടിപൊളി അപ്പമായി വന്നിക്കണം കേട്ടോ. ഒന്നുമില്ല, ഒരൊട്ടലോ കാര്യം ഒന്നുമില്ല, ഉഷാറായി വന്നിക്കണം. അപ്പോൾ ഞാൻ കുറച്ച് മുന്നേ മാവ് കൂട്ടി വെച്ചിരുന്നു. അപ്പോഴേ മാവ് കൂട്ടിങ്ങാണ്ട് ഞാൻ ചുടലുണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ലേ അരി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെ വെച്ചാൽ അധികം നന്നാവും, സോഫ്റ്റും ആകും. അങ്ങനെ ഇതാ പിന്നെ ഞാൻ കഷ്ണം വെട്ടിങ്ങാണ്ട് മക്കൾ സ്കൂളിൽ തന്നപ്പം ചായ ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും കൊടുത്തു കേട്ടോ. ഇതാണ് നമ്മളപ്പം, കണ്ടില്ലേ അടിപൊളിയാണെന്ന് ഞാൻ പറഞ്ഞു കണ്ട് നോക്കണില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കും.